കഴിഞ്ഞ ദിവസം എക്സൈഡിൻ്റെ ഇൻറ്റഗ്ര 1000നെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പത്തനംതിട്ടയിൽ ഒരു സൈറ്റ് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കിന്ന് പോകാം. ഓക്കെ. ആദ്യത്തെ ഇൻസ്റ്റലേഷൻ ആയിരുന്നു. ഞങ്ങളും വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ബട്ട് വി ആർ വെരി ഹാപ്പി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മൾ പത്തനംതിട്ട സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത എക്സൈഡ് ഇൻറ്റഗ്ര എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ എക്സൈഡ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്ക്രൂകളെ, അതുപോലെ 3 ഫിഷറെ, അതുപോലെ ഇതുപോലെ സ്ക്രൂവിൻ്റെ മെഷർമെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പറും കൂടെ നമ്മൾ ഇതിൻ്റെ ഒപ്പം മെഷർമെൻറ്റ് പേപ്പറും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വാട്ടർ ലെവലൊക്കെ നോക്കിയതിന് ശേഷം ഇതിൽ അടയാളപ്പെടുത്തി നമ്മളിത് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് സ്ക്രൂ ചെയ്ത് ഫിഷറൊക്കെ വെച്ച് അതിൻ്റെ ഒരു 3 ഹോൾ ഹാങ് ചെയ്യാനുള്ള ഹോളിൻ്റെ പ്രൊവിഷനും കൂടെ എക്സൈഡ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളത് ഹാങ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇനി ഈ സിസ്റ്റത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 3 സ്വിച്ചസുകളുണ്ട്. സോഫ്റ്റ് ടച്ച് സ്വിച്ചുകളാണ് ഇതെല്ലാം. ജസ്റ്റ് നമ്മളൊന്നത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇത് 3 സ്വിച്ചുകളാണ്. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ. ഞാനൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം.
ഇതാണ് രണ്ടാമത്തെ ഇൻവേർട്ടർ UPS സെലക്ടർ സ്വിച്ചാണ്. ഇതിലൊരു മോണിറ്ററിൻ്റെ ഒരു സിമ്പിളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ പ്രവർത്തിക്കാം. ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ ഇൻവേർട്ടറായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്തത് ഈ ബാക്കപ്പ് ലൈറ്റിൻ്റെ ആണ്. നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ലൈറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓൺ ആവും. ഇപ്പോൾ ഇതിൽ ലൈറ്റ് ഓഫ് ആയിരിക്കുന്നു. ഇനി ഡിസ്പ്ലേ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് ഇതിൻ്റെ സറൗണ്ടിങ് ടെമ്പറേച്ചർ. ആ സിസ്റ്റം ഇരിക്കുന്ന സറൗണ്ടിങ്ങിലുള്ള ടെമ്പറേച്ചറാണ്. ഇപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ചുറ്റും ഏകദേശം 29.4 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്നത് നമുക്ക് ഇൻപുട്ടിൻ്റെ വോൾട്ടേജ്, ഔട്ട്പുട്ടിൻ്റെ വോൾട്ടേജ്. ഇപ്പോൾ ഈ ബാറ്ററി ഫുൾ ചാർജാണ്. ഏകദേശം 56.4 വോൾട്ടേജ് ഉണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ KCBയിൽ ഫുൾ ചാർജിങ് കഴിഞ്ഞിട്ട് ലോഡിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സിംറ്റംസും ഒക്കെ KCBയുടെ ആ സിംറ്റംസും ഒക്കെ നമുക്കിവിടെ കാണാം. റിയൽ ടൈം നമുക്കിവിടെ കാണാം. ഇനി ഞാനിതൊന്ന് ഓഫ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇത് ഇൻവേർട്ടറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രീൻ സിമ്പിൾ മാറി ഇപ്പോൾ ഇൻവേർട്ടർ ആകുമ്പോഴത്തേന് ഏകദേശം ഒരു ലൈറ്റ് ബ്ലൂ സിമ്പിളാണ് ഇതിനകത്ത് വരുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഏകദേശം 22% ഉണ്ട്. ഔട്ട്പുട്ടിൻ്റെ പെർസെൻറ്റേജുകളുണ്ടാവും. ഔട്ട്പുട്ട് വോൾട്ടേജ് ഏകദേശം 225 വോൾട്ടേജ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഏകദേശം അതിൻ്റെ എത്രത്തോളം ബാക്കപ്പിൻ്റെ ടൈം 313 മിനിറ്റോളം നമുക്ക് പെൻഡിങ് കിടപ്പുണ്ട്. അതൊക്കെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഞാനൊന്ന് മെയിൻസ് ഓൺ ചെയ്യാം. മെയിൻസ് സെൻസ് ചെയ്തു. വീണ്ടും അത് ഗ്രീനിലേക്ക് വന്നു. ബാറ്ററിയുടെ ചാർജിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 7 സെക്കൻഡ് അല്ല 6 സെക്കൻഡ് കൊണ്ട് ഇതിൻ്റെ ചാർജിങ് കംപ്ലീറ്റ് ആവുന്നതാണ്. അതെല്ലാം ടൈം ടു ചാർജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് അതെല്ലാം മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് എക്സൈഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഡിസ്പ്ലേ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഡിസ്പ്ലേ ലൈറ്റ് അങ്ങ് ഓഫ് ആയിക്കോളും. ഇപ്പം UPS നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. ഇൻവെർട്ടറായിട്ടേ പിന്നെ അത് പ്രവർത്തിക്കത്തുള്ളൂ. ഈ ലൈറ്റ് നമുക്ക് ഇൻവെർട്ടർ എപ്പോഴെല്ലാം ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം വന്ന് ഓൺ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ 24/7 ഓൺ ആക്കിയിടുന്നതുകൊണ്ട് പ്രശ്നമില്ല, ഒരു പ്രോബ്ലം ഇല്ല. ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയാവും. അങ്ങനെ വളരെ നല്ലൊരു ഇൻവെർട്ടറാണിത് എക്സൈഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ എക്സലൻറ്റ് ആയിട്ടുള്ള വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് എക്സൈഡ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ മാക്സിമം നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്